നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിലെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിവാദങ്ങൾ തീരുന്നില്ല. എന്നാൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? കേരളം ഭരിക്കുന്ന CPM സർക്കാരും. വിവാദങ്ങളിലൂടെ BJPയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ തിരുവനന്തപുരം മേയറെയും ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വിവാദങ്ങൾ എന്ന് തന്നെ കരുതണം. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല ഏറ്റവും ഭംഗിയായി പരിസമാപ്തിച്ചു. ഈ പരിസമാപ്തിയിലേക്ക് ആറ്റുകാൽ പൊങ്കാല എത്തിയപ്പോൾ പോലും നേരത്തെ ഉണ്ടായിരുന്ന ചില ചിത്രങ്ങൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം കരഞ്ഞു മെഴുകുകയാണ് CPMഉം CPMന്റെ സൈബർ പോരാളികളും. നേരത്തെ മുതൽ തന്നെ CPM അതിനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വന്ന അന്നു മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്ന ഓരോ പരിപാടിയും കുളമാക്കാനുള്ള എല്ലാ സംവിധാനവുമായി അരയും തലയും മുറുക്കി CPM രംഗത്ത് വന്നതാണ്. പക്ഷേ ഒന്നും ഫലപ്രദമായില്ല. പൊങ്കാല ഒരുക്കങ്ങൾ തുടങ്ങും മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ എല്ലായിടവും വെള്ളം മുടക്കാൻ പ്രത്യേകം CPM ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും ഒരു മുടക്കവും കൂടാതെ അറിഞ്ഞ ഉടൻ തന്നെ, അങ്ങനെ ഒരു ശ്രമമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ BJPയും മേയറും ഉണർന്ന് പ്രവർത്തിച്ചു. പലവട്ടം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി, ഉദ്യോഗസ്ഥന്മാർക്ക് താക്കീത് നൽകി. ഒരു വേള വെള്ളമില്ലാതെ വന്നപ്പോൾ തന്നെ, ആ വെള്ളമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പല ടാങ്കറുകളിലായി കുടിവെള്ളം നഗരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു. എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട് എന്ന് ഉറപ്പുവരുത്താനായി മേയർ തന്നെ നേരിട്ടിറങ്ങി. മേയർ മാത്രമല്ല, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും എല്ലാ കൗൺസിലർമാരും ഒത്തൊരുമയോടുകൂടി തിരുവനന്തപുരം നഗരത്തിന്റെ മുക്കിലും മൂലയിലും നടന്ന് കാര്യങ്ങൾ വിലയിരുത്തി. ഇടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ശുചീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. ശുചീകരണ തൊഴിലാളികൾ ഒറ്റയടിക്ക് ലീവ് എടുക്കാനുള്ള ശ്രമം CPM തന്നെ നടത്തിയതാണെന്ന് നമുക്കറിയാം. നഗരത്തിലെ എല്ലായിടത്തെയും ശുചീകരണ തൊഴിലാളികളും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലെയും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെയാണ്. ഹരിതകർമ്മസേനയും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടവരും ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും ഒക്കെ ചേർന്ന് എല്ലാവരെയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രശ്നമുണ്ടാക്കിക്കാൻ CPM ശ്രമം നടത്തി. പക്ഷേ അതൊന്നും ഫലപ്രദമായില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏതാണ്ട് 3000-ഓളം ശുചീകരണ തൊഴിലാളികളെ ഒരു ദിവസത്തേക്ക് ഹയർ ചെയ്യാൻ തിരുവനന്തപുരം നഗരസഭ ശ്രമിച്ചു. അതിൻ്റെ ഫലവും ഉണ്ടായി. തിരുവനന്തപുരം നഗരസഭ പൊങ്കാല കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ വളരെ കൃത്യമായി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നന്നായി നടന്നതോടുകൂടി പറയാനൊന്നുമില്ലാത്ത അവസ്ഥയിലായി CPM. പഴയ ചില ചിത്രങ്ങൾ വെച്ചുകൊണ്ടും ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ അവരുടെ അനാസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടും മേയറെ പ്രതിരോധത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ചില ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അപ്പോൾ തന്നെ അവിടുത്തെ കൗൺസിലറും മേയറും അവിടുത്തെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരാളുടെ ബൈറ്റും കൂടി എടുത്തപ്പോൾ, ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഒരാളുടെ ബൈറ്റും കൂടി പുറത്തു വന്നതോടുകൂടി വളരെ കൃത്യമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പണ്ടൊക്കെ CPM ഉണ്ടാക്കുന്ന നറേറ്റീവുകൾ എളുപ്പം ജനങ്ങളിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം മൂലം സോഷ്യൽ മീഡിയ ഈ വിഷയങ്ങളെ സാഗൂതം അനലൈസ് ചെയ്യുന്നത് കൊണ്ട് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് CPMന്റെ നറേറ്റീവുകൾ ഇപ്പോൾ വേണ്ടത്ര ഫലിക്കുന്നില്ല. ആറ്റുകാൽ ക്ഷേത്രത്തിന് എന്തായിരുന്നു ഇത്തവണത്തെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാക്കാനുള്ള താല്പര്യമെന്ന് കൂടി ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട്, അത് ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടാണ്. അവിടെ നഗരസഭയ്ക്കൊന്നും ചെയ്യാനില്ല. എല്ലാ വർഷവും സാധാരണഗതിയിൽ മഴയുള്ളപ്പോൾ പോലും ആറ്റുകാലിലെ ആ ഗ്രൗണ്ട് ഇങ്ങനെ മോശമായിട്ടില്ല. ഇത്തവണ നേരത്തെ തന്നെ ഉത്സവം തുടങ്ങും മുമ്പ് തന്നെ ചെളി ഉള്ള മണ്ണ്, അതായത് ആ മണ്ണടിച്ചാൽ ചെളി വരുമെന്ന് ലോകത്തുള്ള ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. അത്തരം മണ്ണ് കൊണ്ടുവന്ന് അവിടെ ഫില്ല് ചെയ്തുകൊണ്ട് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതാണോ എന്ന് സംശയിച്ചാൽ പോലും അതിനെ കുറ്റം പറയാൻ കഴിയില്ല. അതിനുശേഷം കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, എല്ലാ കാലത്തും കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ മാധ്യമങ്ങളിലൂടെ അത് വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യപ്പെടുകയും കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ മാതാപിതാക്കൾ റിപ്പോർട്ടർ ചാനലാണ് ഇവിടെ വന്ന് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതൊന്നും യഥാർത്ഥത്തിൽ നഗരസഭയുമായോ മേയറുമായോ ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. അതുകൊണ്ട് തന്നെ മേയർക്കും നഗരസഭയ്ക്കും അതിലൊന്നും ചെയ്യാനുമില്ല. ഏതായാലും മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത് പോലെയാണ്. വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് വിചാരിച്ചിരുന്നവർക്ക് മുന്നിലേക്ക് ഒരു പ്രതിസന്ധിയുമില്ലാതെ മാനേജ് ചെയ്യാൻ
BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ മേയർ ഉണർന്ന് പ്രവർത്തിച്ചു. ഒരുപക്ഷെ വരുന്ന തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ മേയറെ പ്രതിരോധത്തിലാക്കാനും BJP ഭരിച്ചാലെല്ലാം കുളമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിയതിന്റെ കാരണവും അതുതന്നെയാണ്. പക്ഷെ അതൊന്നും ഫലപ്രദമായില്ല. മാത്രമല്ല, മേയർ വേറെ ചില വിഷയങ്ങൾ കൂടി കണ്ടെത്തുകയും അതിലിടപെടുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ വിജയമായി നിൽക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്തിന്റെ മേയർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്രയേറെ പ്രതിസന്ധികളെ തരണം ചെയ്തു അത്തരമൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ കേരളം ഒന്നാകെയുള്ള ലോകത്തെമ്പാടുമുള്ള ഭക്തർ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തിയപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് VV രാജേഷിന്റെയും BJPയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും സേവാഭാരതിയുടെയും ഒക്കെ വിജയം. അതായത് നഗരത്തിൽ ശുചീകരണ തൊഴിലാളികൾ പണിമുടക്കും എന്ന ധാരണ വന്നപ്പോൾ തന്നെ BJPയും കൗൺസിലർമാരും സേവാഭാരതിയും ഒക്കെ ചേർന്ന് നഗരം പൊങ്കാലയ്ക്ക് തലേ ദിവസം തന്നെ ശുചീകരിക്കുന്ന അവസ്ഥയിലെത്തിച്ചിരുന്നു. ഏതായാലും ഒന്നും ചെയ്യാൻ CPMന് കഴിഞ്ഞിട്ടില്ല എന്ന് ഇതിലൂടെ തെളിയുകയാണ്. പൊങ്കാല കുളമാക്കാൻ ശ്രമിച്ച CPMനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. അവസാന നിമിഷം മേയർ ആര്യ രാജേന്ദ്രനെ ഒന്ന് പുകഴ്ത്താനും ഒന്ന് സോഷ്യൽ മീഡിയ വഴി വെളുപ്പിച്ചെടുക്കാനും ശ്രമം നടത്തി. ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഉണ്ടായ വിവാദം, ആ വിവാദം ഇഷ്ടികയുമായി ബന്ധപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ഈ ശ്രമം വേണ്ടത്ര വിജയിച്ചില്ല. കാരണം ആര്യ രാജേന്ദ്രൻ ഇഷ്ടിക നൽകും, പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ ഇഷ്ടിക നൽകുമെന്ന് പറഞ്ഞതിനെ അതുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ ആ സമയത്ത് ആയിരുന്നില്ല അന്ന് വലിയ പ്രശ്നമായത്. ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുണ്ടായ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ആദ്യ വിവാദം ഇല്ലാത്ത പൊങ്കാല, അതായത് കൊറോണ കാലത്തായിരുന്നു പൊങ്കാല. എല്ലാവരും അവരവരുടെ വീടുകളിലാണ് പൊങ്കാല ഇട്ടത്. ആ സമയത്ത് പൊങ്കാല നഗരത്തിൽ എവിടെയും പൊങ്കാല നടന്നിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് നഗര ശുചീകരണത്തിനും തൊഴിലാളികൾക്കും ടാങ്കറിനുമൊക്കെ വേണ്ടി പണം ചിലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പണം എഴുതിയെടുത്തതാണ് ആദ്യമായി ഉണ്ടായ വിവാദം. അല്ലാതെ ഇഷ്ടികയുമായി ബന്ധപ്പെട്ടോ ഇഷ്ടിക നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമേ അല്ല. അപ്പോൾ മേയർ VV രാജേഷ് ഈ ഇഷ്ടികൾ സാധാരണക്കാരന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആര്യ രാജേന്ദ്രനെ ഇതിനാണ് കുറ്റപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമമൊക്കെ CPM നടത്തിയെങ്കിലും അതും ഫലവത്തായില്ല. ഏതായാലും ഇത്തരം ശ്രമങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വീണ്ടും CPMന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. CPMന്റെ കളി BJPയോടോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടോ BJPയുടെ മേയറോടോ BJPയുടെ കൗൺസിലർമാരോടോ ഇനി വേണ്ട എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്ന വിജയം തന്നെയാണ് തിരുവനന്തപുരത്ത് പൊങ്കാലയുമായി ബന്ധപ്പെട്ടുണ്ടായത്.